ഹായ് ഗൈസ്, അങ്ങനെ നാട്ടിൽ പോവുകയാണ്. നാട്ടിൽ ഇന്ന് ഉച്ചയ്ക്ക് ഫ്ലൈറ്റ്. ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു 4 hours ഡ്രൈവ് ഉണ്ട്. ഞങ്ങൾ ഓൾറെഡി ഡ്രൈവ് ചെയ്യുന്ന തുടങ്ങി. ഇപ്പോൾ ഇവിടെ ഒരു ഗ്യാസ് സ്റ്റേഷൻ്റെ അവിടെ നിർത്തി ഒരു ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് തന്നെ ഞാൻ പോകുന്നത്. വണ്ടി എടുത്തിട്ട് ഞാൻ എയർപോർട്ടിൽ കാർ പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് പിന്നെ ഫ്ലൈറ്റ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇന്നലെ റെൻ്റ് കാർ നോക്കി, അത് നമ്മൾ വീട്ടിൽ തന്നെ ഇട്ടിട്ട് പോകാമെന്നാണ് വിചാരിച്ചത് വണ്ടി. പക്ഷെ റെൻ്റ് കാർ ലാസ്റ്റ് മിനിറ്റ് അത് ക്യാൻസലായി. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ വണ്ടി തന്നെ പോയിട്ട് അവിടെ എയർപോർട്ടിൽ പാർക്ക് ചെയ്തിട്ട് തിരിച്ചു വരാം. അല്ലെ അപ്പോൾ എനിക്ക് അതാണ് എളുപ്പം. എനിക്ക് ഓൾമോസ്റ്റ് ഒരു 4 hours ഉണ്ട് ഇവിടെ. അപ്പോൾ അത് കാരണം എനിക്ക് അപ്പോൾ ഞങ്ങളിങ്ങനെ ടീ ബ്രേക്ക് കോഫിയും എല്ലാം കുടിച്ചിട്ടൊക്കെ ഇവിടുന്ന് പോകാമെന്ന് വിചാരിച്ചു. സമയമുണ്ട്. ഞാൻ ഇച്ചിരി ഇവിടെ നേരത്തെ പോയതാണ്. അവിടെ വണ്ടി പാർക്ക് ചെയ്ത് വാഷൊക്കെ ചെയ്തിട്ടൊക്കെ പാർക്ക് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ വണ്ടി ബാറ്ററിയൊക്കെ ഒന്ന് ഊരി വെക്കണം. എന്ന് വെച്ചാൽ 2 മാസത്തേക്കാണ് നാട്ടിൽ പോകുന്നത്. അപ്പം ബാറ്ററിയുടെ കണക്ഷൻ ഒന്ന് ഊരി വെക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് കവറൊക്കെ ഇട്ടിട്ട് വെച്ചിട്ട് പിന്നെ അവിടുന്ന് തന്നെ എയർപോർട്ടിലോട്ട് കയറി പോവാം. പിന്നെ എയർപോർട്ടിൽ നിന്ന് പിന്നെ ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഉച്ചയാകുമ്പോഴത്തേക്കല്ലേ ഫ്ലൈറ്റ്. നേരത്തെ ചെക്ക് ഇൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ വാറിൻ്റെ ഇതെല്ലാം ആയതുകൊണ്ട് എന്തൊക്കെയാണ് സിറ്റുവേഷൻസ് എന്ന് കറക്റ്റ് അറിയാത്തതുകൊണ്ട് ഇപ്പം ആസ് പെർ നൗ ഇപ്പം ഫ്ലൈറ്റ് ഷെഡ്യൂൾഡ് ആണ്. അപ്പം അത് ഇവിടുന്ന് ദുബായിൽ നിന്ന് പിന്നെ നാളെ നൈറ്റ് ട്രിവാൻഡ്രത്തേക്ക്. നാട്ടിൽ പോന്നിട്ട് എന്താ എക്സൈറ്റ്മെന്റിൽ ഇരിക്കുക? എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. ഇത്ര നേരം വാ തുറന്ന് നിർത്താതെ സംസാരിച്ചുകൊണ്ടിരുന്ന ആളാ. നോക്ക്, പെട്ടികളെല്ലാം അതിൻ്റെ അകത്തും ബൂട്ടിനകത്തും എല്ലാം പെട്ടിയാ അല്ലേടി? അതെ അതെ, പെട്ടി നിറഞ്ഞ ഒരു വണ്ടിയായി മാറി. ഇങ്ങനെ ഗൈസ് കാർ വാഷിന് പോവാണ്. വാഷും കൂടെ ചെയ്തിട്ട് പാർക്ക് ചെയ്യും. തുറക്കൂ സീസന്നൊക്കെ. മഴ നല്ല കളർ വെള്ളം. അതെന്താ റെഡ് കളറ്? അയ്യോ, ഇനി ഒന്നും കാണാൻ പറ്റും. വരുമ്പോ നമ്മള് മൂവ് ചെയ്യണം വണ്ടി. അതുവരെ ന്യൂട്രൽ ഇട്ടേക്കണം. അങ്ങനെ കാർ വാഷ് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പം എയർപോർട്ടിൽ വന്നു. എയർപോർട്ടിൽ വന്നിട്ട് ഞങ്ങൾ വേണ്ട ഇപ്പം ഇനി ഇവിടെ ചെക്ക് ഇൻ്റെ അവിടെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു 1/4 മണിക്കൂറിനകത്ത് അത് ഓപ്പൺ ആവും. ഞങ്ങൾ ഇച്ചിരി നേരത്തെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നതൊക്കെ വെച്ചിട്ടായിരുന്നു ഞങ്ങൾ ഇച്ചിരി നേരത്തെ വന്നത്. അപ്പോൾ കറക്റ്റ് സമയത്ത് വന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ അകത്തോട്ട് കയറിയിട്ട് ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കണം. എനിക്ക് വിശക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ. കഴിച്ചിട്ട് കയറിയാൽ മതിയായിരുന്നു. പക്ഷേ ഞങ്ങൾ വിചാരിച്ചു ഇതിൻ്റെ അകത്ത് കയറിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച്. പക്ഷെ ഞാൻ വിചാരിച്ചു കൗണ്ടർ ഓപ്പൺ ആയിരിക്കും, കൗണ്ടറിനകത്ത് കയറിയിട്ട് ചെക്ക് ഇൻ ചെയ്ത് അകത്തോട്ട് പോയിട്ട് ബോർഡിംഗ് പാസ് എടുത്തിട്ട് അകത്തോട്ട് കയറിയിട്ട് കഴിക്കാമെന്നാണ് വിചാരിച്ച്. നോക്കാം, ഇപ്പം തുറക്കും അപ്പം നോക്കാം. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ കിട്ടി, ലഗേജ് കൊടുത്തു. എന്നിട്ട് ഞങ്ങളിപ്പം പോവാം. ഞങ്ങളുടെ ഗേറ്റ് E73
അപ്പോൾ E73 തപ്പാൻ വേണ്ടി ഞങ്ങളിങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുക. നാട്ടിൽ പോകുന്നതിൻ്റെ സന്തോഷം. അതെ, വിശക്കുന്നു ഭയങ്കരമായിട്ട്. ഇനി വേണം പോയി എന്തെങ്കിലും പോയി കഴിക്കാൻ. ഈ ഗേറ്റ് താഴോട്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ബർഗർ വാങ്ങി കഴിക്കുന്നത്. എന്ത് ബർഗറാണ് വേണ്ടത്? ചീസ് ബർഗറും ടൊറന്റോ സ്റ്റൈൽ ബർഗറും. ഇവിടെ നിന്നാണ് മാംഗോ ഷേക്ക് വാങ്ങുന്നത്. ഇവിടുത്തെ ഈ മാംഗോ സ്മൂത്തി വാങ്ങാൻ പോകും. ഇവിടെ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓ, വേണ്ട വിശന്ന് വലഞ്ഞിരിക്കുന്ന വീണാവേ ഫുഡ്. ആ, ജ്യൂസ് വാങ്ങിച്ചു. എൻ്റേത് രണ്ടും ബീഫാണല്ലോ. നിന്റെ എന്തായിരുന്നു വ്യത്യാസം? എന്തായിരുന്നു? ബേക്കൺ ഇല്ല. അപ്പൊ ഇതെന്റെ ബേക്കണും ബീഫും ഉള്ളത് എൻ്റെ ബർഗർ. അങ്ങനെ ഡ്യൂട്ടി ഫ്രീയിൽ കണ്ടിട്ട് കണ്ണ് മഞ്ഞളിച്ച് ഇവിടെ എന്ത് എടുക്കണം എന്ന് പറഞ്ഞ് നോക്കി നടക്കുക. അടുത്ത പർച്ചേസിങ് എംബറസിൻ്റെ ബേബിക്ക്. ഇവിടെ വേറൊരു ബേബിക്ക് ദുബായ് പിസ്താഷ്യോ വേണമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ദുബായിൽ നിന്ന് തന്നെ ഞങ്ങൾ വാങ്ങിച്ചു കഴിക്കും. എന്താ ഞാൻ തന്നെക്കാട്ടി മുന്നേ ഞാനായിരുന്നു ഇട്ടത്. റെഡി ആയത്. ഓ, ഭയങ്കര ടയേർഡായി. ഇപ്പോൾ ഉറക്കം വരുന്നു. എങ്ങനെയെങ്കിലും ഫ്ലൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ കയറി കഴിഞ്ഞ് വന്ന് ഉറങ്ങണം. അങ്ങനെ ബോഡിയാണ്. അങ്ങനെ കയറി ഇരുന്നു ഞങ്ങൾ. എല്ലാം കിട്ടി. ബ്ലാങ്കറ്റ് കിട്ടി, ഇത് കിട്ടി, കിട്ടി, എല്ലാം സെറ്റ്. ഇനി നാട്ടിൽ പോവുക, അല്ല ഇനി ദുബായി പോവുക, കറങ്ങുക, പിന്നെ നാട്ടിൽ പോവുക. തുറക്ക്. അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ആ, മൂവായി തുടങ്ങി. നമ്മളെ നോക്കിച്ചിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ടേക്ക് ഓഫ് ചെയ്യാണ്. ഇപ്പോഴൊരു സമാധാനം. ഒരു പകുതി ദിവസമാകുമ്പോഴേക്കും ഞങ്ങൾ അങ്ങ് എത്തും. അങ്ങനെ മെനു വന്നു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ആൾ മെനു നോക്കുന്നു. മീൽസൊക്കെ നേരത്തെ നോക്കി വെച്ച്. എന്തൊക്കെയാണ് വേണ്ടേ? ചിക്കൻ ടിക്ക, ആ, അത് മെയിൻ കോഴ്സില്. പിന്നെ ഡെസേർട്ടില് ടോഫി പുഡിംഗ് ഉണ്ട്, പക്ഷെ എനിക്ക് വേണ്ട, എനിക്ക് ചോക്ലേറ്റ് മതി. പിന്നെ ലൈറ്റ് ബൈറ്റ്സില് അത് ഓപ്ഷൻ ഇല്ല, അത് ഒരെണ്ണേ ഉള്ളൂ. പിസ്സ, അതില് എനിക്ക് ടീ കോഫി അല്ലെങ്കിൽ വൈൻ ബിയർസ്, അതെന്ത് ജ്യൂസും എന്താ വേണ്ടെന്ന് വെച്ചാൽ. പിന്നെ അവിടെ ദുബായില് ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്ത് ചീസ് ഓംലെറ്റ് ഉണ്ട്. അതിൻ്റെ കൂടെ പാൻ ഫ്രൈഡ് ചിക്കൻ സോസേജ് ഉണ്ട്. പൊട്ടറ്റോ മഷ്റൂമിൻ്റെ ഒക്കെ എന്താ സോട്ട് ചെയ്ത പോലത്തെ സംഭവം. എനിക്ക് അത് മതി. ഊത്തപ്പം വേണ്ട. ഊത്തപ്പം, റൈസ്, പാൻ കേക്ക്സ് വിത്ത് സാമ്പാർ, കാഞ്ചീപുരം ഇഡ്ഡലിയും. നമുക്ക് അവർ ഫോട്ടോ എടുത്ത് തന്നിട്ടുണ്ട്. ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഫുഡ് കിട്ടി. ഉറക്കത്തിൽ നിന്നാണ്ട് എഴുന്നേറ്റിട്ട് ഫുഡ് കഴിക്കാൻ മാത്രം കറക്റ്റ് എഴുന്നേറ്റ്. ചിക്കൻ ടിക്ക, റൈസ്, ഇത് കീമ സാലഡ്, ഇത്
ഡെസേർട്ട് ചോക്ലേറ്റിന്റെ, പിന്നെ ഒരു എനർജി ബാർ. ഒരു എനർജി ബാർ, പിന്നെ ബണ്ണ്, ബട്ടർ, പിന്നെ സ്നാക്ക് പോലെ. കൊള്ളാവോ? പുഡിങ് കഴിക്കാം. എങ്ങനെയുണ്ട്? എനിക്ക് ഇത്ര ഇഷ്ടമല്ല. എനിക്ക് ഈ കാരമലൈസ് ചെയ്ത് എന്തൊക്കെയാ ഉള്ളത്? ഇന്ന് കാരമലൈസ് ചെയ്തിട്ട് ഉള്ള എന്തോ സാധനമുണ്ട്, പിന്നെ ഒരു ബ്രൗണിയുടെ ഒരു പീസ് പോലെ, പിന്നെ ചോക്ലേറ്റും. പക്ഷെ എനിക്ക് അത്ര ഇഷ്ടമല്ല. കോഫി വന്നു. ഒരു മിൽക്ക് ഓൾറെഡി ഒഴിച്ചു ഞാൻ. അവൾക്ക് ജസ്റ്റ് ബ്ലാക്ക് മതി. എനിക്ക് ജസ്റ്റ് ബ്ലാക്ക് ഷുഗർ ഉണ്ട്. ബൂം ബാങ്കിൽ കാണുക. ബൂം ബാങ്കിന്റെ കോഫി ഉണ്ട്. എനിക്ക് ജസ്റ്റ് ബ്ലാക്ക് കോഫി. താങ്ക് യു. അങ്ങനെ ടേസ്റ്റ് ഞാൻ വെള്ളം എടുത്ത് ഇവിടെ സീൻസ് ആരും ഇവർക്ക് കൂത്തപ്പം എനിക്ക് breakfast. ഇഡലി സാമ്പാർ, പിന്നെ ഇതെന്താ, ഇത് യോഗട്ട് ബൗളാണ്. അതെ, ഇത് ഫ്രഷ് ഫ്രൂട്ട്സ്, ജ്യൂസ്, എന്താ എന്തോ ബ്രെഡ് ക്രീം ബട്ടറൊക്കെ അല്ലേ? എനിക്കും സെയിം സാധനങ്ങൾ, പക്ഷെങ്കിൽ എനിക്ക് ചീസ് ഓംലെറ്റ്, സോസേജ്, കോഫി. ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഒരാൾ സിനിമയൊക്കെ കണ്ട് വിശാലൊക്കെ ടൂറിസ്റ്റ് ഫാമിലിയൊക്കെ കണ്ട് ഇപ്പോൾ എത്തും. ദുബായിൽ ഇപ്പോൾ എത്തും. അങ്ങനെ ദുബായ് എയർപോർട്ടിലെത്തി. ദുബായിൽ ടച്ച് ഡൗൺ ചെയ്തു 11:45. അങ്ങനെ ദുബായ് നമ്മൾ വന്ന ഫ്ലൈറ്റ്. എന്താണ് വേറെ പറയാനുള്ളത്? സമാധാനം, സന്തോഷം. ടയേർഡായോടി മുഖത്ത് നല്ല ടയേർഡുണ്ട്. എന്നെ കാണിക്കുന്നില്ല. അത്ര 14 hours. അതെ, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ ദുബായിൽ KFC, അല്ല, എനിക്ക് മാഗ്ഡി, എനിക്ക് KFC. അപ്പം ഞാൻ KFC അതെല്ലാം ഇവിടോട്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ മാഗ്ഡിയിൽ വന്നിട്ട് 2 ബർഗർ ഓർഡർ ചെയ്ത്. KFC വരെ നടക്കാനുള്ള ഉള്ള ഇത് ആവതില്ലാത്തതുകൊണ്ട് അതിനിയും വേറെ ഏതോ ഒരു ഗുദാമിലെ ഗേറ്റിൻ്റെ അവിടെയാണ്. അപ്പം ഞങ്ങൾ ഇവിടെ തന്നെ വന്നിട്ട് മാഗ്ഡിയിൽ നിന്ന് തന്നെ 2 ബർഗർ, ഞാനൊരു ബീഫ് ബർഗറും അവളൊരു ചിക്കൻ ബർഗറും. ഇതാ പാറുവിൻ്റെ മെക് സ്പൈസി, എൻ്റെ ബീഫ് ബർഗറും, ബിഗ് മാക്ക്, ഒരു പെപ്സിയും ഒരു ഫ്രൈസും കൂടെ ഉണ്ട്. അങ്ങനെ ദുബായിൽ ഇതുപോലെ കഴിക്കാൻ ആദ്യമായിട്ട് പോവാം മാഗ്ഡി. ഇങ്ങനെ പാറുവിൻ്റെ അപ്രൂവൽ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അവൾക്ക് കാനഡയിലെ ഇഷ്ടപ്പെട്ടെന്ന്. ഡ്യൂട്ടി ഫ്രീന്ന് ചോക്ലേറ്റ് വാങ്ങാൻ വേണ്ടി പിന്നെയും പെട്ടി നിറയെ ചോക്ലേറ്റ് ആയിട്ടും പിന്നെയും ചോക്ലേറ്റ് നോക്കണം. ആർക്കും വയ്യ, ടയേർഡായി. അവർക്കും ക്യാമറ ഒന്ന് ഓണാക്കുമ്പോൾ സംസാരിക്കാൻ പോലും വയ്യ. ഊത് വാങ്ങിച്ചത് കാണിച്ചേ, ഊത് കാണിച്ചേ.
അയ്യോ അത് അവര് കവർ ചെയ്തു പോയി. കവർ ചെയ്തോ? ആ അയ്യോ, അത് ലീക്ക് ആവാതിരിക്കാൻ വേണ്ടി. വേറെ ഒരെണ്ണുണ്ട് ഇതാണ് ഊത്. അടുത്ത ഗേറ്റിലോട്ട് പോകുന്നതിന് ട്രെയിൻ പിടിച്ച് പോകണമെന്ന് പറഞ്ഞതിന് ഇവിടെ ഞെട്ടിത്തെരിച്ച് നിൽക്കുന്ന ഒരാൾ. പിന്നെ എയർപോർട്ടിൽ അടുത്ത ഗേറ്റിൽ പോയി ട്രെയിൻ പിടിക്കണമെന്നൊക്കെ പറഞ്ഞ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇവിടുന്ന് ഞങ്ങള് ട്രെയിൻ പിടിച്ച് അടുത്ത ഗേറ്റിലോട്ട് പോകും. ട്രെയിൻ വന്നിട്ടുണ്ട്. അടുത്ത ചോക്ലേറ്റിന് നടക്കുന്നുണ്ട്. അങ്ങനെ വേണ്ടേ ദുബായിലൊരു ചോക്ലേറ്റ് എടുത്തു. ഇത് നമ്മൾ കാനഡ പോയതിന് ശേഷം വൈറലായ ചോക്ലേറ്റ്, അതുകൊണ്ട് അത് അവിടുന്ന് വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ കാത്തിരിക്കുമായിരുന്നു തിരിച്ചു വരുമ്പോൾ ദുബായിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി. മുഖത്തെ ക്ഷീണം മാത്രം മാറിയില്ല, ഡ്രസ്സൊക്കെ മാറി. ഞാനും ഡ്രസ്സൊക്കെ ഇട്ടു. സത്യം ഇത്രയും ടയേർഡായിട്ടാണ്. ഓൾറെഡി നമ്മൾ 12 ശരിക്കും ഒരു ദിവസം അവിടുന്ന് കയറിയപ്പോ തന്നെ നമുക്ക് ഒരു ദിവസം ഇടയ്ക്ക് പോയി. നമ്മൾ ആ ദിവസം ഉറങ്ങിയിട്ടില്ല. പിന്നെ ഇവിടെ വന്നതിന്റെ ദിവസവും എല്ലാം ആയി. 9 മണിക്കൂർ ഇവിടെ ആയി, 12 മണിക്കൂർ ഫ്ലൈറ്റിലായി. അങ്ങനെ എത്ര മണിക്കൂറായി? ഇപ്പം A9 ചെല്ലുക, ഫ്ലൈറ്റ് കയറുക, വീട്ടിൽ പോവുക. പിന്നെ അവിടെ ചെന്ന് കാര്യം പറഞ്ഞൊക്കെ ഇരിക്കുക, രാത്രി കിടന്നുറങ്ങാൻ. അങ്ങനെ ട്രിവാൻഡ്രത്ത് എത്തി. എന്തെങ്കിലും പറയാനുണ്ടോ? ഉറക്കം വന്നിട്ട് അങ്ങനെ 2 ദിവസത്തെ യാത്രക്കിടയിൽ നമ്മൾ നാട്ടിലെത്തി. ഇതല്ലേ യാത്രയ്ക്ക് ശേഷം ഇനി ഇമിഗ്രേഷൻ, അതോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ പോവാം. ഇതൊക്കെ ആയിരുന്നു നമ്മളെ കാത്ത്. ഇവിടെ ആരും വന്നില്ല, നമ്മളും പെട്ടിയും എയർപോർട്ടും. ഒറ്റ ഒരെണ്ണത്തിന് ഒരു സാധനം കൊടുത്തേക്കരുത്. നമുക്ക് ഫോണിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. എന്റെ ഫോണിലെ നമ്പർ പോയി, ഇവളുടെ നമ്പർ ആണെങ്കിൽ ഇതാവുന്നില്ല. എന്റെ ഫോണിലെ നമ്പർ ആണെങ്കിൽ അവിടെ കിട്ടുന്നുമില്ല, ഇവളുടേതും ആക്റ്റീവ് അല്ല. രണ്ടുപേരെയും വിളിക്കാൻ പറ്റുന്നില്ല. അപ്പം ഇത് തന്നെയാണ് അവർക്കൊരു സസ്പെൻസ് ആവട്ടെ. നമ്മളിവിടെ അല്ല, ചിലപ്പോ അവര് വെളിയിലൊക്കെ ഉണ്ടായിരിക്കുമെന്ന് എനിക്കൊരു ഡൗട്ട്. എന്ത് തോന്നുന്നു? നമ്മള് ഇത്രയും വർഷത്തിന് ശേഷം 3 വർഷം പറഞ്ഞു ഇറങ്ങി ഇവിടെ ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ല. അതെ, എന്തൊക്കെയായിരുന്നു, 3 വണ്ടിയിൽ ആൾക്കാർ വന്ന് സ്വീകരിക്കും എന്നൊക്കെയായിരുന്നു. ഇവിടെ വന്നപ്പം ഞങ്ങളും ഇവിടുത്തെ ഒരാളുടെ ജനങ്ങൾ മൊത്തം ഉണ്ട് കേരളത്തിൽ, അവര് മാത്രമേ. ഇതൊക്കെ ആയിരുന്നു മലപ്പുറം കത്തി, അമ്പും വില്ലും.